സർ, 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവറുകളുടെ നയപ്രഖ്യാപനത്തെ ഞാൻ എതിർക്കുന്നു. സർ, മുൻ സർക്കാരിൻ്റെ ക്ഷേമ വികസന പരിപാടികൾ അതേപടി പ്രഖ്യാപിക്കുന്ന പുതുമകളില്ലാത്ത മുൻ വർഷങ്ങളിലെ പ്രഖ്യാപനങ്ങളുടെ തനിയാവർത്തനമാണിത്. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും പുതിയ പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്നുമാണ് നയപ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നത്. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇക്കാര്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിനോ ഉത്തേജിപ്പിക്കുന്നതിനോ ഉതകുന്ന കാര്യമായ പദ്ധതികളൊന്നും തന്നെ ഇല്ല. ഇതിൽ നിന്നും ആഭ്യന്തര ഉൽപ്പാദനം കുറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുവഴി നമ്മുടെ സംസ്ഥാനം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും എന്ന കാര്യത്തിലും സംശയമില്ല. ഇത് സർക്കാരിൻ്റെ മുൻകൂർ ജാമ്യമെടുക്കലാണ് എന്ന തോന്നൽ ഉളവാക്കുന്നു. സർ, നയപ്രഖ്യാപനത്തിൽ സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുചീകരണത്തിനും വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടത് നഷ്ടപ്പെടാതെ അത് വിനിയോഗിക്കുവാൻ വേണ്ട ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. സർ, ഭരണഘടനാപരമായ ബാധ്യത എന്നതിനപ്പുറം സർക്കാരിൻ്റെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച ആധികാരിക രേഖയായി ഈ നയപ്രഖ്യാപനത്തെ കാണാൻ കഴിയില്ല. സർ, നന്ദി പ്രമേയത്തിൻ്റെ രൂപത്തിൽ 2 ദിവസത്തെ വാദപ്രതിവാദം നടത്തുന്നതിനായുള്ള കേവല രേഖ എന്നതിനപ്പുറം സാമൂഹിക പുരോഗതിക്കായുള്ള സാമ്പത്തിക വളർച്ച സംബന്ധിച്ച സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനം ആകണം നയപ്രഖ്യാപനം. പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് മഹാമാരിയും മൂലം തകർന്ന കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാനം അവഗണന നേരിടുമ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലും കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നത്. സർ, ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കെ അവയെ അതിജീവിച്ച് സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ച കാര്യങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ നാം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വത്തിൽ നിന്നും ഉത്ഭവിച്ച ഒന്നാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനോ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ പദ്ധതികൾ ഒന്നും തന്നെ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കുന്നില്ല. പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റമൂലിയായി അവതരിപ്പിക്കപ്പെട്ട കിഫ്ബിയെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലാണ് സർക്കാർ. സർ, നയപ്രഖ്യാപനത്തിൽ കേരളത്തിൽ കർഷകരെ സഹായിക്കുന്നതിന് പുതിയ പാക്കേജുകളോ കർമ്മ പദ്ധതികളോ ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല. സർ, റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ ഉള്ള അടിസ്ഥാന വില പോലും ഇപ്പോൾ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നില്ല. സർ, റബ്ബർ കർഷകർ കൂടുതലുള്ള പാലാ മണ്ഡലത്തിൽ കർഷകർക്ക് റബ്ബറിന് വില ലഭിക്കാത്തതുകൊണ്ട് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്ന സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ സർക്കാർ റബ്ബറിൻ്റെ അടിസ്ഥാന വില 300 രൂപയായി ഉയർത്തി റബ്ബർ കർഷകരെ സഹായിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ ഗവർണർ സഭയിൽ അവസാന പാരഗ്രാഫ് വായിച്ച് നടത്തിയ ഈ നയപ്രഖ്യാപനത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയുടെ വികസനത്തിന് ഉതകുന്ന ഫലപ്രദമായ ഒരു നിർദ്ദേശവും ഇല്ലാത്തതിനാൽ ഈ നയപ്രഖ്യാപനത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു.